നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വൈ ഡസ് ദ സൈറ്റ് ഓഫ് ദ ഓൾഡ് മാൻ ഫ്രൈറ്റൻ പെലായോ? എന്തുകൊണ്ടാണ് ആ പ്രായം ചെന്ന മനുഷ്യനെ കണ്ട സമയത്ത് പെലായോ പേടിക്കാനുള്ള കാരണം എന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം. The sight of the old man frightens Pelayo because he looks strange and unnatural with a very old body and enormous wings. അപ്പോൾ അതിന് ഉത്തരമായിട്ട് പറഞ്ഞിരിക്കുന്നത് പെലായോ ആ ഒരു വൃദ്ധനെ കാണുന്നത് വളരെ അസാധാരണമായിട്ടാണ്. പ്രത്യേകിച്ചും ഇനോമസ് വിങ്സ്, വളരെ വലിയൊരു ചിറകുകളോട് കൂടിയിട്ട് സാധാരണമല്ലാത്ത രീതിയിൽ സ്ട്രേഞ്ച് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് പെലായോ പേടിക്കാനുള്ള കാരണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ ഓൾഡ് മാൻ അണേബിൾ ടു ഗെറ്റ് അപ്പ്? എന്തുകൊണ്ടാണ് പ്രായം ചെന്ന മനുഷ്യന് എണീക്കാൻ കഴിയാത്തതെന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം. The old man was unable to get up because he was very weak and his enormous wings made it difficult for him to move. അതിന് കാരണം അദ്ദേഹം ഒന്നാമത് ക്ഷീണിച്ചിട്ടുണ്ട്, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇനോമസ് വിങ്സ്, വളരെ വലിയ ചിറകുകളിലെ മേഡ് ഇറ്റ് ഡിഫിക്കൽട്ട്, അത് ബുദ്ധിമുട്ടാക്കി മാറ്റി. ഫോർ ഹിം ടു മൂവ്, അത് അനങ്ങാനോ എണീക്കാനൊക്കെ ബുദ്ധിമുട്ടാക്കി മാറ്റിയത് ആ വളരെ വലിയ ചിറകുകളാണെന്ന് പറയണം. തേർഡ് ക്വസ്റ്റ്യൻ, ദ കപ്പിൾ കൺസിഡർ ദ ഓൾഡ് മാൻ എ ലോൺലി കാസ്റ്റവേ. വൈ? എന്തുകൊണ്ടാണ് ഈ ഒരു ദമ്പതിമാർക്ക് ഈ പ്രായം ചെന്ന മനുഷ്യനെ ഒരു കാസ്റ്റവേ ആയിട്ട്, കാസ്റ്റവേ എന്ന് വെച്ചാൽ കപ്പലോ അല്ലെങ്കിൽ ബോട്ടിൽ നിന്നൊക്കെ അപകടം പറ്റി രക്ഷപ്പെട്ട് വരുന്ന ആളാണ് കാസ്റ്റവേ. ലോൺലി എന്ന് വെച്ചാൽ ഏകാന്തമായ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള, അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. ദ കപ്പിൾ കൺസിഡേഴ്സ് ദ ഓൾഡ് മാൻ എ ലോൺലി കാസ്റ്റവേ ബിക്കോസ് ഓഫ് ഹിസ് പുവർ പിറ്റ്ഫുൾ കണ്ടീഷൻ. ഹി ലുക്സ് ലോസ്റ്റ്, വീക്ക് ആൻഡ് ഹെൽപ്ലെസ് ലൈക്ക് സംവൺ വാഷ്ഡ് അഷോർ ആഫ്റ്റർ എ ഡിസാസ്റ്റർ. അതായത് അദ്ദേഹം എന്തോ ഒരു അപകടം സംഭവിച്ചു വന്നിരിക്കുന്നത് കാണാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ വളരെ വീക്കായിട്ടുള്ള, മാത്രമല്ല ഹെൽപ്ലെസ്, നിസ്സഹായമായിട്ടുള്ള അവസ്ഥ അദ്ദേഹത്തിനുണ്ട്. അത് കണ്ടപ്പോൾ ഇവരെന്തോ അപകടം പറ്റി വന്നതെന്ന് മനസ്സിലായി. മാത്രമല്ല ഹിസ് റാഗ്ഡ് ക്ലോസ്, അദ്ദേഹത്തിൻ്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ, ബാൾഡ് ഹെഡ്, അദ്ദേഹത്തിൻ്റെ കഷ്ടിയായിട്ട് തല, ആൻഡ് ബ്രോക്കൺ അപ്പിയറൻസ്, ഒടിഞ്ഞ രൂപം, ഇതൊക്കെ കൊണ്ടാണ് ആ ഒരു ദമ്പതിമാർക്ക് അദ്ദേഹം എവിടുന്നോ ഉപേക്ഷിക്കപ്പെട്ട് വന്നതാണെന്നൊക്കെ ചിന്തിക്കാനുള്ള കാരണം. The next question, why was the neighbor woman sure that the old man was an angel? ഇപ്പോൾ എന്തുകൊണ്ടാണ് അയൽവാസിയായുള്ള സ്ത്രീ ആ ഒരു പ്രായം ചെന്ന മനുഷ്യൻ ഒരു മാലാഖയായിട്ട് കരുതാനുള്ള കാരണം എന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം നോക്കാം. The neighbor woman was sure that the old man was an angel. അപ്പോൾ അയൽവാസിയായുള്ള സ്ത്രീ കൃത്യമായിട്ടും ആ ഒരു പ്രായം ചെന്ന മനുഷ്യനെ ഏഞ്ചലാന്ന് തർപ്പിച്ച് പറയാനുള്ള കാരണം ബിക്കോസ് ഓഫ് ഹിസ് ഇനോമസ് വിങ്സ്, അദ്ദേഹത്തിൻ്റെ വളരെ വലിയ ചിറകുകൾ തന്നെയാണ്. ഇൻ ഹെർ സിമ്പിൾ ആൻഡ് സൂപ്പർസ്റ്റീഷ്യസ് അണ്ടർസ്റ്റാൻഡിങ്, വളരെ ലഘുവായിട്ടുള്ള, സൂപ്പർസ്റ്റീഷ്യസ് എന്ന് വെച്ചാൽ അന്ധവിശ്വാസമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ വിങ്സ് ആർ എ സൈൻ ഓഫ് ഏഞ്ചൽസ്, ചിറകുകൾ എന്ന് പറഞ്ഞാൽ മാലാഖമാരുടെ ഒരു സിമ്പലാണ്. സോ ഷീ ഇമ്മീഡിയറ്റ്ലി ബിലീവ്ഡ്, അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ വിശ്വസിച്ചു. ഹി ഹാഡ് കം ഫോർ ദ സിക്ക് ചൈൽഡ്, ആ അസുഖം ബാധിച്ചിരിക്കുന്ന കുട്ടിയെ പരിചരിക്കാനായിട്ട് വന്നിരിക്കുന്ന മാലാഖയാണെന്ന് ചിന്തിക്കാനുള്ള കാരണം ആ വളരെ വലിയ ചിറകുകളാണെന്ന് പറയണം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് പെലായോ ആം ഹിംസെൽഫ് വിത്ത് എ ക്ലബ്ബ്? എന്തുകൊണ്ടാണ് പെലായ തൻ്റെ കയ്യിൽ ആ ഒരു വടി കരുതിയതെന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം. പെലായോ ആംഡ് ഹിംസെൽഫ് വിത്ത് എ ക്ലബ് ബിക്കോസ് ഹി വാസ് ഫ്രൈറ്റൻഡ് ബൈ ദ ഓൾഡ് മെൻ സ്ട്രേഞ്ച് അപ്പിയറൻസ് ആൻഡ് വാസ് ഇൻ ഷുവർ ഇഫ് ഹി വാസ് ഡേഞ്ചറസ്. പ്രായം ചെന്ന മനുഷ്യൻ്റെ അസാധാരണമായുള്ള അപ്പിയറൻസ് കണ്ട സമയത്ത് അദ്ദേഹം ഇനി എങ്ങാനും തനിക്കോ തൻ്റെ കുടുംബത്തിനോ അപകടകരമായിട്ട് മാറുമെന്നുള്ള ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഹി വാണ്ടഡ് ടു പ്രൊട്ടക്ട് ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി. അപ്പോൾ തനിക്കും തൻ്റെ കുടുംബത്തിനും ഒരു പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് പെലായ തൻ്റെ കയ്യിൽ ആ ഒരു വടി കരുതി വെച്ചതെന്ന് പറയണം. കാരണം എങ്ങനെയാണ് അദ്ദേഹം വന്നതെന്നും അറിയില്ല, എവിടുന്ന് വന്നതെന്നും അറിയില്ല, എങ്ങനെയുള്ള ആളാണെന്നും അറിയില്ല. അപ്പോൾ മുൻകരുതൽ എന്ന രീതിയിലാണ് പെലായ ആ ഒരു ക്ലബ്ബ് കയ്യിൽ കരുതിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് ദ കപ്പിൾ സഡൻലി ഡിസൈഡ് ടു ട്രീറ്റ് ദ മെൻ വിത്ത് സം കൈൻഡ്നസ്? അപ്പോൾ എന്തുകൊണ്ടാണ് ആ കപ്പിൾസ് പെട്ടെന്ന് തന്നെ ആ പ്രായം ചെന്ന മനുഷ്യനെ വളരെ ദയാപൂർവ്വം പരിഗണിക്കാനുള്ള കാരണം എന്നാണ് ചോദ്യം. ദേ ട്രീറ്റഡ് ഹിം കൈൻഡ്ലി ആഫ്റ്റർ ദെയർ ചൈൽഡ് റിക്കവേർഡ്. തൻ്റെ കുട്ടി അസുഖം മാറി റിക്കവറി ആയി എന്നുള്ള സമയത്താണ് ഈ ഒരു മാതാപിതാക്കൾ ആ ഒരു പ്രായം ചെന്ന മനുഷ്യനെ പരിഗണിക്കുന്നത്. ഫീവർ ഫ്രീ, അസുഖം മാറിയിട്ടുണ്ട്, പനി മാറിയിട്ടുണ്ട്, ആൻഡ് വിത്ത് എ റിന്യൂഡ് അപ്പിറ്റൈറ്റ്, മാത്രമല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കുട്ടി പതിയെ പഴയ രീതിയിലേക്ക് വന്നു എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് മേക്കിംഗ് ദം ഫീൽ ഗ്രേറ്റ്ഫുൾ ആൻഡ് മാഗ്നാനിമസ്. അപ്പോൾ തൻ്റെ മകനെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ എത്തിയ മാലാഖയാണെന്നൊരു വിശ്വാസം ഇവർക്കുള്ളിലുണ്ടായി. അതുകൊണ്ട് തന്നെ ആ പ്രായം ചെന്ന മനുഷ്യനെ ഇവരെന്ത് ചെയ്യണം, നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. വൈ ഡസ് പെലായോ ലോക്ക് ദ ഓൾഡ് മാൻ ഇൻ ദ ചിക്കൻ കൂപ്പ്? എന്തുകൊണ്ടാണ് ആ പ്രായം ചെന്ന മനുഷ്യനെ പെലായ ആ ഒരു കോഴിക്കൂട്ടിൽ അടയ്ക്കാനുള്ള കാരണം എന്നാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് നോക്കാം. പെലായോ ലോക്ക് ദ ഓൾഡ് മാൻ ഇൻ ദ ചിക്കൻ കൂപ്പ് ബിക്കോസ് ദേ തോട്ട് ഹി വാസ് എ ഷിപ്പ് റെക്ക് സർവൈവർ ആൻഡ് വെർ അഫ്രൈഡ് ഹി മൈറ്റ് ബി ഡേഞ്ചറസ് ഓർ സിക്ക്. അതായത് ഒരു ഷിപ്പ് റെക്ക്, ഒരു കപ്പൽ തകർന്ന ഒരു സർവൈവറാണ്, അതിജീവിച്ച് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഡേഞ്ചറസ് ആയിരിക്കാം എന്നൊക്കെ ഒരു പേടി കാരണം അപരിചിതനായുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം നമ്മുടെ വീട്ടിൽ കൊണ്ട് താമസിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള പേടി കാരണം കൊണ്ടാണ് അദ്ദേഹം കോഴിക്കൂട്ടിലിട്ട് അടച്ചത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡു ദ പീപ്പിൾ ട്രീറ്റ് ദ ഓൾഡ് മാൻ ലൈക്ക് എ സർക്കസ് അനിമൽ? എന്തുകൊണ്ടാണ് ജനങ്ങൾ ആ പ്രായം ചെന്ന മനുഷ്യനെ ഒരു സർക്കസിലെ മൃഗത്തിനെ പോലെ കരുതാനുള്ള കാരണം എന്നാണ് ചോദ്യം. പീപ്പിൾ ട്രീറ്റ് ദ ഓൾഡ് മാൻ ലൈക്ക് എ സർക്കസ് അനിമൽ ബിക്കോസ് ഓഫ് ഹിസ് സ്ട്രേഞ്ച് അപ്പിയറൻസ് ആൻഡ് വിങ്സ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അസാധാരണമായിട്ടുള്ള ആ ഒരു രൂപവും അദ്ദേഹത്തിൻ്റെ ചിറകുകളാണ് ആളുകൾ അതിനെ സർക്കസിലെ മൃഗത്തിനെ പോലെ കാണാൻ കാരണം. വിച്ച് മേക്ക് ദം സീ ഹിം എ സംതിങ് ടു ബി എൻ്റർടൈൻഡ് ബൈ നോട്ട് റെസ്പെക്റ്റഡ്. പ്രായം ചെന്നൊരു മനുഷ്യനെ നമ്മൾ സാധാരണ റെസ്പെക്റ്റ് ചെയ്യണം, ബഹുമാനിക്കണം. പക്ഷേ ഇവിടെ അതൊരു എൻ്റർടൈൻമെൻറ്റിലേക്ക് വഴി മാറാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപവും അദ്ദേഹത്തിൻ്റെ ചിറകുകളുമാണെന്ന് പറയണം. ഡു യു തിങ്ക് എലിസണ്ട ഈസ് ഷ്രീവ്ഡ് ആൻഡ് ക്ലെവർ? വൈ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എലിസണ്ട വളരെ കൗശലക്കാരിയും ബുദ്ധിമതിയുമാണെന്ന്? ഉത്തരത്തിലേക്ക് നോക്കാം. യെസ് അല്ലേ, നമ്മൾ ചിന്തിക്കുന്നുണ്ട്. കാരണം എന്താണ്? എലിസണ്ട ഈസ് ഷ്രീവ്ഡ് ആൻഡ് ക്ലെവർ ബിക്കോസ് ഷീ യൂസസ് ദ ഓൾഡ് മെൻസ് പ്രസൻസ് ടു മേക്ക് മണി ബൈ ചാർജിങ് പീപ്പിൾ ടു സീ ഹിം. അവിടെ ആ ഒരു പ്രായം ചെന്ന മനുഷ്യനെ കാണാൻ വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കണമെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്, അവൾ പറയുന്നുണ്ട്. അത് തന്നെയാണ് അവൾ കൗശലക്കാരിയാണും ബുദ്ധിമതിയാണെന്ന് പറയാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീം ടു ബി പേഷ്യൻസ്. അദ്ദേഹത്തിൻ്റെ ഏക ഒരു അമാനുഷികമായുള്ള നന്മ എന്ന് പറയുന്നത് ക്ഷമയാണ്. വൈ ഡസ് ദ ഓദർ സേ സോ? എന്തുകൊണ്ടാണ് ഓദർ അങ്ങനെ പറയാനുള്ള കാരണം? ഉത്തരത്തിലേക്ക് നോക്കാം. ദ ഓദർ സേസ് ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീം ടു ബി പേഷ്യൻസ് ടു ഷോ ദാറ്റ് ഈവൻ ദോ ദ ഓൾഡ് മാൻ ലുക്ക്ഡ് ലൈക്ക് എൻ ഏഞ്ചൽ ഹി ഡിഡ്ന്റ് ഡു എനിത്തിങ് മാജിക്കൽ. അപ്പോൾ എഴുത്തുകാരൻ പറയാണ്, ഈ ഒരു പ്രായം ചെന്ന മനുഷ്യൻ്റെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു നന്മ എന്ന് പറയുന്നത്, അമാനുഷികമായിട്ടുള്ള നന്മ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്, ക്ഷമയാണ്. അത് കാണിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഈവൻ ദോ ദ ഓൾഡ് മാൻ ലുക്ക് ലൈക്ക് എൻ ഏഞ്ചൽ, ആ ഓൾഡ് മാൻ ഒരു മാലാഖയെ പോലെ ഉണ്ടെങ്കിലും ഹി ഡിഡിൻ ഡു എനിത്തിങ് മാജിക്കൽ, അയാൾ ഒന്നും മാജിക്കലായിട്ട് അമാനുഷികമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ഹി സ്റ്റേഡ് കാം ആൻഡ് പേഷ്യൻ്റ്. അദ്ദേഹം വളരെ ക്ഷമയോട് കൂടിയിട്ട് കാമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഈവൻ വെൻ പീപ്പിൾ ട്രീറ്റഡ് ഹിം ബാഡ്ലി. ജനങ്ങൾ അദ്ദേഹത്തെ മോശമായിട്ട് പരിഗണിക്കുന്ന സമയത്തും ഈ ഒരു പ്രായം ചെന്ന മനുഷ്യൻ വളരെ ക്ഷമയോടുകൂടി നിൽക്കുന്നുണ്ടെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡു മോർ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ദ വുമൺ റാദർ ദാൻ ദ ഓൾഡ് മാൻ? അപ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ പ്രായം ചെന്ന മനുഷ്യന് പകരം ചിലന്തിയായിട്ട് മാറിയിട്ടുള്ള ആ ഒരു സ്ത്രീയെ കാണാൻ പോയതെന്നാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് നോക്കാം. മോർ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ദ വുമൺ റാദർ ദാൻ ദ ഓൾഡ് മെൻ ബിക്കോസ് ദ അഡ്മിഷൻ ഫീ വാസ് ചീപ്പർ. ഈ പ്രായം ചെന്ന മനുഷ്യനെ കാണുന്നതിനേക്കാൾ അഡ്മിഷൻ ഫീ കുറവാണ് ഈ ഒരു സ്ത്രീയെ ചെന്ന് കാണാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആ സ്ത്രീയുടെ അടുത്തേക്ക് ഓടുകയാണ്. മാത്രമല്ല, ആൻഡ് ദേ വർ അലൗഡ് ടു ആസ്ക് ഹർ ക്വസ്റ്റ്യൻസ്. അവരുടെ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കാനും പറ്റും. മേക്കിംഗ് ദ എക്സ്പീരിയൻസ് മോർ ഇൻട്രാക്റ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ദാൻ സീയിങ് ദ സൈലൻറ്റ് മിസ്റ്റീരിയസ് ഓൾഡ് മെൻ. അപ്പോൾ ഈ സ്ത്രീയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടുന്ന സമയത്ത് വളരെ സൈലൻ്റായിട്ട് മിസ്റ്റീരിയസ് ആയിട്ടിരിക്കുന്ന ആ ഒരു പ്രായം ചെന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് ആളുകൾ പോകുന്നില്ല എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഈസ് ദ ഡോക്ടർ സർപ്രൈസ്ഡ് ബൈ ദ ലോജിക് ഓഫ് ദ വിങ്സ്? എന്തുകൊണ്ടാണ് ഡോക്ടർ ആ ഒരു ചിറകിൻ്റെ ആ ഒരു ലോജിക്കിനെ പറ്റി സർപ്രൈസ്ഡ് ആയെന്നാണ് ചോദ്യം. ദ ഡോക്ടർ ഈസ് സർപ്രൈസ്ഡ് ബിക്കോസ് ദ ഓൾഡ് മാൻസ് വിങ്സ് ലുക്ക് റിയൽ ആൻഡ് നാച്ചുറൽ. അപ്പോൾ ഡോക്ടർ ആകെ സർപ്രൈസ് ചെയ്യാനുള്ള കാരണം ആ പ്രായം ചെന്ന മനുഷ്യൻ്റെ ചിറകുകൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു റിയലായിട്ട് യഥാർത്ഥമാണെന്ന് തോന്നുന്നുണ്ട്. മാത്രമല്ല അത് വളരെ നാച്ചുറലാണ്. വിത്ത് സ്ട്രോങ് ബോൺസ്, നല്ല ശക്തമായിട്ടുള്ള എല്ലുകളുണ്ട്. ലൈക്ക് ദേ ആർ ട്രൂലി പാർട്ട് ഓഫ് ഹിസ് ബോഡി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് തന്നെ തോന്നുന്നുണ്ട്. ഹി ഡിഡിൻ എക്സ്പെക്ട് സംതിങ് സോ സ്ട്രേഞ്ച് ടു മേക്ക് സെൻസ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ ഒരു സർപ്രൈസ് ആയിട്ട് മാറുകയാണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് എലിസണ്ട ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്? എന്തുകൊണ്ടാണ് അവസാനം എലിസണ്ട ആശ്വാസകരമായിട്ടൊരു നെടുവീർപ്പിട്ടെന്നാണ് ചോദ്യം. എന്താണ് അവിടെ ആശ്വാസകരമായി മാറിയെന്ന് പറയുന്നത്? ഉത്തരത്തിലേക്ക് നോക്കാം. എലിസണ്ട ലെറ്റ്സ് ഔട്ട് എ സൈ ഓഫ് റിലീഫ് ബിക്കോസ് ദ ഓൾഡ് മാൻ ഫൈനലി ഫ്ലൈസ് അവേ. അപ്പോൾ എലിസൻ്റെ അവസാനം ഒരു ആശ്വസിക്കാനുള്ള കാരണം ആ പ്രായം ചെന്ന മനുഷ്യൻ പറന്നു പോയതിനാലാണ്. ഷീ ഈസ് ഹാപ്പി ആൻഡ് റിലീവ് ദാറ്റ് ഷീ നോ ലോങ്ങർ ഹാസ് ടു ടേക്ക് കെയർ ഓഫ് ഹിം. അപ്പോൾ ഇനി അദ്ദേഹത്തെ പരിചരിക്കേണ്ട കാര്യങ്ങളില്ലല്ലോ. ഓർ ഡീൽ വിത്ത് ദ ട്രബിൾ ഹി ബ്രോട്ട് ടു ദെയർ ഹോം. അവരുടെ വീട്ടിലേക്ക് അയാൾ കൊണ്ടുവന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു മാറിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ എലിസൻ്റെ എന്ത് ചെയ്യാണ്? ആശ്വാസത്തിന് നെടുവീർപ്പിടുകയാണ്.